മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. അല്ല, ഇനി കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷും സംഖ്യയാണോ? നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്ന് മതനിരപേക്ഷ പാരമ്പര്യമാണ്. ആ കേരളം അപകടത്തിലാകുമോ? ഇപ്പൊ ന്യൂനപക്ഷ വർഗീയത തിമർത്താടിയ തെരഞ്ഞെടുപ്പായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം ചേർന്ന് മതം നോക്കിയേ വോട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, പള്ളി നോക്കിയേ വോട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്ന് പ്രചരിപ്പിച്ചൊരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. നിങ്ങൾ കേട്ടില്ലേ? ന്യൂനപക്ഷ വർഗീയത തിമർത്താടിയ ഒരു തിരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞിട്ടുള്ളത്. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും മതം നോക്കിയേ വോട്ട് ചെയ്യാവൂ എന്ന് പച്ചക്ക് വർഗീയ പ്രചരണം നടത്തിയിട്ടുണ്ട്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി വിളിച്ചു പറഞ്ഞു. ഇത് കേട്ടാ മതി. നമ്മുടെ കേരളത്തിലെ മുസ്ലിം ലീഗ്, പോപ്പുലർ ഫ്രണ്ട്, സുഡാപ്പിക്കാരന്, CPI ഈ പറയുന്നത് പോലെയുള്ള പോപ്പുലർ സകല ആളുകളും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ ഇപ്പോ രംഗത്തെത്തിയിട്ട് KK രാഗേഷിന് സംഘിച്ചാപ്പ അടിക്കൽ മത്സരം തുടങ്ങും. ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ആരായാലും അവരെ സംഘിച്ചാപ്പ അടിക്കലാണല്ലോ നമ്മുടെ കേരളത്തിലെ ഒരു പതിവ്. ഇദ്ദേഹം പറഞ്ഞത് വളരെ വലിയൊരു യാഥാർത്ഥ്യമല്ലേ. KM ഷാജി പ്രസംഗിച്ചതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം. ഞാനൊരു ചെറിയൊരു ഭാഗം ഒരു ഉദാഹരണത്തിന് മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത്തരം നിരവധി പ്രസംഗങ്ങൾ KM ഷാജിയുടേത് കിട്ടും. അതിന്റെ താഴോട്ടുള്ള ലീഗ് നേതാക്കന്മാരും ലീഗ് പ്രവർത്തകരും ജമാഅത്തെ ഇസ്ലാമിക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരൊക്കെ നമ്മുടെ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ എത്ര വലിയ പ്രചരണം നടത്തിയിട്ടുണ്ടാവും എന്നുള്ളതും സകലരും തിരിച്ചറിയണം. മുസ്ലിം ലീഗ് പച്ചവർഗീയവാദികളാണ്, ജമാഅത്തെ ഇസ്ലാമി പച്ചവർഗീയവാദികളാണ്. ഇവർ വലിയ രീതിയിൽ ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് നിന്ന് സകല വോട്ടുകളും തങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള സകല വർഗീയതയും ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പച്ചക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിന്റെയും ഫലമായിട്ട് തന്നെയാണ് UDF വിജയിച്ചത് എന്ന് KK രാഗേഷ് പറയുമ്പോ അതിനെ ബോധമുള്ളവർ ആരെങ്കിലും എതിർക്കോ? ഈ പറയുന്ന രാഗേഷിനെ സംഖ്യയാക്കിയാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതല്ലേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഞാൻ KM ഷാജി പ്രസംഗിച്ചതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ നിങ്ങളൊന്ന് കേട്ടു. ഇതൊന്ന് എടുത്തു പറയാനുള്ളത്, ഇത് 3 ചെറിയ ഭാഗങ്ങളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇത്തരം നിരവധി എവിടെ പരിശോധിച്ചാലും കിട്ടും എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. മുസ്ലിം ലീഗിന്റെ വഴിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവർ വന്നു. മുസ്ലിം ലീഗ് ആളുകളെ പൊളിറ്റിസൈസ് ചെയ്തു, സമുദായത്തെ രാഷ്ട്രീയവൽക്കരിച്ചു. ഞങ്ങൾ ആ മാറ്റം ഉണ്ടാക്കി, ഓരൊക്കെ വന്നു. അതുകൊണ്ട് നിങ്ങൾ അറിയുമോ, സംവരണം നഷ്ടപ്പെട്ടു കേരളത്തിലെ മുസ്ലിങ്ങൾക്ക്. അന്തസ്സോടെ അഭിമാനത്തോടെ ഈ രാജ്യത്ത് ജീവിക്കാൻ അവരെ പ്രാപ്തമാക്കിയത്, ഗൾഫിനെ പോലും വെല്ലുന്ന വിധത്തിൽ അവരെ പ്രാപ്തമാക്കിയത് സംവരണമാണ്. സംവരണം നഷ്ടപ്പെടുത്തി തന്ത്രപരമായി ഈ പിണറായി വിജയൻ അത് ഇല്ലാതെയാക്കി. എല്ലാം നഷ്ടങ്ങൾ ഉണ്ടായി ഈ കമ്മ്യൂണിറ്റിക്ക്. നിങ്ങൾക്കറിയുമോ, ഈ കഴിഞ്ഞ 9 കൊല്ലത്തിനിടയിൽ ഇത് ഞങ്ങൾ പറയണ്ടേ? ഞങ്ങൾ പറയാന്ന് മാത്രമല്ല, ഞങ്ങൾ 1000 വട്ടം പറയും. ഇതൊരു സമുദായത്തിന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഞങ്ങൾ കൊടി പിടിക്കുന്നത്, ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നത്, ഞങ്ങൾ ഇതുപോലെ സംഘടിച്ച് പരിപാടി നടത്തുന്നത് ഞങ്ങളുടെ കൊക്കിലെ ശ്വാസം ഉള്ളിടത്തോളം അത് സംരക്ഷിക്കാൻ തന്നെയാണ്, ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ. ഒന്നോർത്തോ, ഭരണത്തിൽ വന്നാലും വന്നില്ലെങ്കിലും ഒക്കെ വന്നാൽ മുസ്ലിം ലീഗ് ഈ സാമുദായിക പ്രശ്നങ്ങൾ നേടിയെടുക്കാൻ അതിന്റെ മുൻപന്തിയിൽ നിൽക്കും. അതില്ലാതെ എന്തിനാ ലീഗ്? ഈ എന്ത് വ്യത്യാസം മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ ലീഗിനുള്ളത്? നിങ്ങൾ കേട്ടില്ലേ? മുസ്ലിം ലീഗ് ആളുകളെ പൊളിറ്റിസൈസ് ചെയ്തു, സമുദായത്തെ രാഷ്ട്രീയവൽക്കരിച്ചു. അതിലേക്ക് ജമാഅത്തെ ഇസ്ലാമി എത്തി, ഞങ്ങൾ അവരെ സ്വീകരിച്ചു. തിരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന പ്രസംഗത്തിലെ ചെറിയൊരു ഭാഗ. രണ്ടാമതായിട്ട് നമ്മൾ കൊടുത്ത ഭാഗത്തിൽ വളരെ വ്യക്തമാണ്. ഞങ്ങൾ എടുത്തു പറയാണ്, മുസ്ലിം ആളുകളുടെ സംവരണം പിണറായി വിജയൻ എടുത്തു മാറ്റി. എന്തൊക്കെയാണ് അതുമായി? ഏത് സംവരണം മാറ്റി? ഇങ്ങനെ കൃത്യമായിട്ട് മതത്തെ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ എന്നുള്ള വലിയ പ്രചരണമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്നത്. മൂന്നാമതായിട്ട് നമ്മൾ കൊടുത്ത ഭാഗത്തിൽ നിങ്ങൾ കേട്ടില്ലേ? വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഞങ്ങൾ കൊടി പിടിക്കുന്നത്, ഞങ്ങൾ സംഘടിക്കുന്നത്, ഞങ്ങൾ ഒരുമിക്കുന്നത് സമുദായത്തിന് വേണ്ടിയാണ്. എടുത്തെടുത്ത് പറയാ. നിലവിലെ കേരളത്തിന്റെ ഒരു മന്ത്രിയുടെ ഇന്നലകളിലെ തിരഞ്ഞെടുപ്പിന് മുമ്പെയുള്ള പ്രസംഗത്തിന്റെ ഭാഗങ്ങളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ നിലകൊള്ളുന്നത് സമുദായത്തിന് വേണ്ടി, അതിനുവേണ്ടി, അതിനല്ലാതെ പിന്നെ ഞങ്ങളുടെ പ്രസക്തി എന്താ ലീഗ് ചോദിക്കുന്നത്.
മതത്തെ ഇങ്ങനെ അതായത് ഒന്നടങ്കം മതവോട്ട് UDF-ലേക്ക് എത്താൻ ഷാജി മുതൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അവസാനത്തെ പ്രവർത്തകൻ വരെ വലിയ പ്രചരണം നമ്മുടെ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. പച്ചക്ക് വർഗീയത പറഞ്ഞുകൊണ്ടാണ് UDF അധികാരത്തിലേക്ക് എത്തിയത്. ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. ഷാജി വലിയ വീമ്പൊക്കെ അടിച്ചിട്ടുണ്ട്. ആ സംവരണം എടുത്തതുമായി ബന്ധപ്പെട്ടൊക്കെ വിളിച്ചു പറഞ്ഞ് ഏത് സംവരണമാണെന്ന് മനസ്സിലാവുന്നില്ല. മറ്റൊന്ന്, മുസ്ലിങ്ങളിൽ പെട്ട എന്തെങ്കിലും ഒരു സംവരണം ഈ കാലത്ത് പിണറായി വിജയൻ എടുത്തു മാറ്റിയിട്ടുണ്ടോ? രാജ്യത്തെ മുസ്ലിങ്ങൾ സംവരണം ഉണ്ടായത് കൊണ്ടാണ് എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത്. അതൊന്നും ഈ സംവരണത്തിൻ്റെതൊന്നും എതിർക്കുന്നില്ല. വളരെ വ്യക്തമായിട്ടൊരു ചോദ്യം, ഈ രാജ്യത്തെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗിന് ഒരു ഉണ്ടയില്ല. അത് വലിയ യാഥാർത്ഥ്യമാണ്. രാജ്യത്തെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും മുസ്ലിം ലീഗിനെ പുച്ഛിച്ച് തള്ളിയതാ, എടുത്ത് ആറ്റിലേക്ക് എറിഞ്ഞതാ. അതുകൊണ്ടാണല്ലോ മലബാറിൽ മാത്രമായിട്ടുള്ളൊരു ഈർക്കൽ പാർട്ടിയായിട്ട് ലീഗ് അങ്ങ് ഒതുങ്ങിയത്. രാജ്യത്തെ എടുത്തു പറയുന്നത് കൊണ്ടാണ് ഈർക്കൽ പാർട്ടി എന്ന് പറയുന്നത്. വളരെ ചുരുക്കം വിരലെണ്ണാവുന്ന MP-മാരുള്ളത് കൊണ്ട് രാജ്യത്തെ മുസ്ലിങ്ങൾ എടുത്ത് ഭൂരിപക്ഷം മുസ്ലിങ്ങൾ എടുത്ത് ആറ്റിലെറിഞ്ഞത് കൊണ്ടാണ് ലീഗും കേരളത്തിലെ മലബാറിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി. അപ്പോ രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങളെയും ലീഗ് എന്തോ മലമറിച്ചു എന്ന രീതിയിലൊന്നും ദയവ് ചെയ്ത് KM ഷാജി ഒന്നും പ്രസംഗിക്കരുത്. അതൊക്കെ കേൾക്കുമ്പോൾ മുസ്ലിങ്ങൾ തന്നെ പുച്ഛിച്ചു തള്ളും. ഈ രാജ്യത്തെ മുസ്ലിങ്ങളൊക്കെ സമാധാനത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്നു. ലോകത്ത് മറ്റ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളെക്കാൾ സമാധാനത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ ഭാരതത്തിലാണ്. ഒരു തർക്കമില്ലാത്ത വിഷയം. അതിനീ പറയുന്ന ഷാജിയും കൂട്ടരൊക്കെ ചെയ്യുന്നത് പച്ചവർഗീയത, മതം പറഞ്ഞുകൊണ്ട് പച്ചക്ക് വോട്ട് പിടിച്ച് എത്ര പ്രസംഗങ്ങൾ ഈ KM ഷാജിയുടെ അതൊക്കെ ഉണ്ട്. ഈ KM ഷാജിയൊക്കെ നമ്മുടെ പ്രബുദ്ധ കേരളത്തിലെ ഒരു മന്ത്രി. എത്ര വലിയ അപകടം ഇത്! തുറന്ന് ഒരു കണ്ണൂരിൻ CPM ജില്ലാ സെക്രട്ടറി എങ്കിലും ഇത് പച്ചക്ക് വിളിച്ചു പറഞ്ഞല്ലോ. ഇപ്പെങ്കിലും അത് പറഞ്ഞല്ലോ. ഇതാണ് യാഥാർത്ഥ്യം. ഇനി ഇതിനെതിരെ ഈ KM ഷാജിയൊക്കെ ആക്കാൻ എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്ക് സാധിക്കുന്നത്? ഒരു ഉളുപ്പും തോന്നുന്നില്ല. ലീഗിനെയൊന്നും മതേതരക്കാരി എന്നൊക്കെ പറയാൻ പച്ചവർഗീയവാദികളാണ് ഈ പറയുന്ന മുസ്ലിം ലീഗുകാർ. ഒരു തർക്കമില്ലാത്ത മതത്തിന്റെ പേരിൽ വലിയ രീതിയിൽ ഒരു പാർട്ടി ഉണ്ടാക്കി എല്ലാ ആളുകളും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിൽ അതിന് കൃത്യമായിട്ട് MLA-മാരൊക്കെ ജയിപ്പിക്കുന്ന ആ ഒരു പാർട്ടിയെ എങ്ങനെയാ ബോധമുള്ള ആളുകൾക്ക് മതേതര പാർട്ടി എന്നൊക്കെ പറയാം? അവർ പച്ചവർഗീയവാദികളെ. രാജ്യത്തെ ഏക മത പാർട്ടിയാ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നാടിന് അപകടം, തർക്കമില്ലാത്ത വിഷയം. KK രാഗേഷ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വർഗീയത പടർത്തിയിട്ടുണ്ട് ഈ ലീഗൊക്കെ. ജമാഅത്തെ ഇസ്ലാമി ഇവർ ഒരുമിച്ച് നിന്ന് വലിയ രീതിയിൽ വോട്ട് വാങ്ങിയിട്ടാണ് ഇത്രത്തോളം ഉള്ളൊരു വിജയത്തിലേക്ക് എത്തിയത് എന്നുള്ളതൊന്നും ഒരു തർക്കമില്ലാത്ത വിഷയം. ഇതിന് രാകേഷിനെ പിടിച്ച് സംഖ്യയാക്കിയിട്ടൊന്നും കാര്യമില്ല. യാഥാർത്ഥ്യം അതാണ് എന്നുള്ളത് സകലരും തിരിച്ചറിയുക.